Good morning, dear students. In the previous class, we have seen what are the steps to apply slide transition, animations, as well as to insert tables to your slides. Today, in this class, we are going to learn how to add smart arts to make your presentations more effective and interesting in PowerPoint presentation. Okay, let's take a look. Adding smart art. You can easily understand a topic when it is explained using graphics. In PowerPoint, smart arts helps you to add the graphics to your presentation. The various types of smart art used in PowerPoint are given in table 4.1. As I said earlier, സ്മാർട്ട് ആർട്സ് അല്ലെങ്കിൽ ഗ്രാഫിക്സ് ഒക്കെ ഉപയോഗിക്കുന്നത് വഴി നിങ്ങളുടെ പ്രസൻറ്റേഷൻസ് കൂടുതൽ എഫക്റ്റീവാക്കി മാറ്റുന്നതിന് വേണ്ടി സഹായിക്കുന്നു. അത് കുറച്ചുകൂടി ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആക്കി മാറ്റുന്നു നിങ്ങളുടെ പ്രസൻറ്റേഷൻസിനെ. അപ്പം വാട്ട് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് സ്മാർട്ട് ആർട്സ് യൂസ്ഡ് ഇൻ MS PowerPoint? There is a list given. Types of smart art used when. ഓരോ ടൈപ്പ് സ്മാർട്ട് ആർട്ടും അതെന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, ലിസ്റ്റ്. ദിസ് ലിസ്റ്റ് സ്മാർട്ട് ആർട്ട് ഈസ് യൂസ്ഡ് വെൻ ഇൻഫർമേഷൻ ബ്ലോക്ക് ഈസ് നോട്ട് ടു ബി ഫോളോഡ് ഇൻ എ പെർട്ടിക്കുലർ സീക്വൻസ്. നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ബ്ലോക്ക് ഒരു പെർട്ടിക്കുലർ സീക്വൻസിലല്ല അതുണ്ടായിരിക്കുന്നതെങ്കിൽ, അതൊരു പെർട്ടിക്കുലർ ശ്രേണി രീതി അത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ആർട്ടാണ് ലിസ്റ്റ്. ദെൻ പ്രോസസ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സ്മാർട്ട് ആർട്ട് ഈസ് പ്രോസസ്. വെൻ ഇറ്റ് ഈസ് യൂസ്ഡ് when information block is to be followed in a particular sequence such as a flowchart and sequential steps in a process. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ ഒരു പെർട്ടിക്കുലർ സീക്വൻസ് ഫോളോ ചെയ്യണമെങ്കിൽ, ഒരു പെർട്ടിക്കുലർ സീക്വൻസിൽ ഒരു പെർട്ടിക്കുലർ ശ്രേണി രീതിയിൽ അത് ഫോളോ ചെയ്യണമെങ്കിൽ അത് എങ്ങനെയാവാം? ഒന്നെങ്കിൽ ഫ്ലോ ചാർട്ട് ആവാം, അല്ലെങ്കിൽ സീക്വൻഷ്യൽ സ്റ്റെപ്സ് ആവാം. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഒരു സീക്വൻസ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്മാർട്ട് ആർട്ടാണ് പ്രോസസ്സ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ചിഹ്നം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ? സിമ്പിൾ നോക്കിയാൽ തന്നെ മനസ്സിലാകും. ദാറ്റ് ഈസ് ആരോ മാർക്ക് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സൈക്കിൾ. അപ്പോൾ അതും ഒരു റൗണ്ട് ഷേപ്പിലാണ് അത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ യൂസ് എന്താണ്? Information block is in the form of a cycle with no start and no end, such as a life cycle and a teaching cycle. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് പെർട്ടിക്കുലർ ആയിട്ടൊരു പ്രത്യേക ബിഗിനിങ്ങോ എൻഡോ ഇല്ലാതെ ഒരു ലൈഫ് സൈക്കിൾ പോലെയോ അല്ലെങ്കിൽ ഒരു ടീച്ചിങ് സൈക്കിൾ പോലെയോ റൗണ്ട് ആയിട്ടുള്ളതാണെങ്കിൽ, ഒരു സൈക്കിൾ ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ആർട്ടാണ് സൈക്കിൾ. നമ്മൾ ഈ ഒരു സിമ്പിൾ നമ്മൾ പലയിടത്തും നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ? ഇപ്പം മഴ പെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളത് ചിലപ്പോൾ ഇങ്ങനെയാവാം. അതിനൊരു പെർട്ടിക്കുലർ എവിടെയാണ് തുടങ്ങുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആദ്യം ചിലപ്പം കടലിലെ വെള്ളം നീരാവിയായിട്ട് ആകാശത്തിലേക്ക് ഉയർന്ന ശേഷം അത് ഘനീഭവിച്ച് വെള്ളമായി പെയ്യുന്ന, അങ്ങനെ ഒരു മഴ പെയ്യുന്ന പ്രോസസ്സ് നമ്മൾ വരയ്ക്കുന്നത് അതിന് ഒരു പെർട്ടിക്കുലർ ബിഗിനിങ്ങും എൻഡും എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ അറിയില്ലാത്തത് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണെങ്കിലും ഒരു ലൈഫ് സൈക്കിൾ ആവാം, അല്ലെങ്കിൽ ഒരു ടീച്ചിങ് സൈക്കിൾ ആവാം, അതുപോലെയുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്മാർട്ട് ആർട്ടാണ് സൈക്കിൾ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഹൈറാർക്കി. എന്താണ് ഹൈറാർക്കി? ആ പേരിൽ നിന്ന് തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും അല്ലേ? ഹൈറാർക്കി എന്ന് വെച്ചാൽ പല നിലകളിലായിട്ടുള്ളത്. ഇപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും താഴെ തട്ടിലുള്ളത്, അതിന് മുകളിലുള്ളത്, അതിനും മുകളിലുള്ളത്, അങ്ങനെ പല തട്ടുകളിലായിട്ടുള്ളതിനെയാണ് നമ്മൾ ഹൈറാർക്കി എന്നുള്ളൊരു പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹൈറാർക്കി ടൈപ്പ് ഓഫ് സ്മാർട്ട് ആർട്ട് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഇൻഫർമേഷൻ ബ്ലോക്ക് ഈസ് ഇൻ ദ ഫോം ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പീപ്പിൾ വർക്കിംഗ് in an institution
സച്ച് എസ് പ്രിൻസിപ്പൽ, ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ്റ്. അപ്പോൾ ഒരു സ്കൂളിലാണെങ്കിൽ ഹൈറാർക്കി പറയുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ വരുന്നത് ആരായിരിക്കും? പ്രിൻസിപ്പൽ തന്നെയായിരിക്കും അല്ലേ? ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ആയിരിക്കും ഏറ്റവും ആ ഹൈറാർക്കിയിൽ ഏറ്റവും ടോപ്പായിട്ട് വരുന്നത്. ദെൻ ടീച്ചേഴ്സ് വരും. അതിന് ഏറ്റവും താഴെയായിരിക്കും, ആ ഹൈറാർക്കിയിൽ ഏറ്റവും താഴെയായിരിക്കും സ്റ്റുഡൻസ് വരിക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി പറയുന്നതോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ സിസ്റ്റത്തെ പറ്റി പറയുന്നതോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്മാർട്ട് ആർട്ടാണ് ഹൈറാർക്കി എന്നുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് റിലേഷൻഷിപ്പ്. അപ്പോൾ അതിൻ്റെ സിമ്പിൾ എങ്ങനെയാണ്? മുകളിലേക്കൊരു ആരോവും താഴേക്കൊരു ഡൗൺ ആരോ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ദെൻ 2 ഇൻഫർമേഷൻ ബ്ലോക്സ് ആർ ടു ബി കമ്പയർഡ്. 2 ഇൻഫർമേഷൻ ബ്ലോക്സിനെ കമ്പയർ ചെയ്യേണ്ടപ്പോഴാണ് ഈ ഒരു സ്മാർട്ട് ആർട്ട് നമ്മൾ ഉപയോഗിക്കുക. 2 ഇൻഫർമേഷൻ ബ്ലോക്കുകളെ തമ്മിൽ കമ്പയർ ചെയ്യേണ്ടതുള്ളപ്പോൾ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് മാട്രിക്സ്. Different information blocks are to be related to a whole or central concept. Different information blocks are to be related to a whole or a central. അപ്പം ഒരു സെൻട്രൽ കൺസെപ്റ്റിലേക്കോ ഒരു ഹോൾ ഒരു കൺസെപ്റ്റിലേക്കോ പല ഇൻഫർമേഷൻ ബ്ലോക്കുകളെ തമ്മിൽ റിലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് മാട്രിക്സ് എന്ന സ്മാർട്ട് ആർട്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പിരമിഡ്. പിരമിഡ് എന്ന് വെച്ചാൽ എന്താണ്? ഈജിപ്തിലൊക്കെ ഉള്ള അവിടുത്തെ ഈജിപ്തുകാർ നിർമ്മിച്ചിരുന്നതാണല്ലേ പിരമിഡ്. അപ്പോൾ പിരമിഡിൻ്റെ ആകൃതി എങ്ങനെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെ നല്ല വൈഡായിട്ട് വന്ന ശേഷം മുകളിലേക്ക് നാരോ ആയിട്ട് പോകുന്നൊരു ട്രയാങ്കിൾ പോലെയാണ് പിരമിഡിൻ്റെ ആകൃതി അല്ലേ? അപ്പോൾ അതിൻ്റെ സിമ്പിൾ ഒന്ന് നോക്കുക. ദെൻ വൈ ഇറ്റ് ഈസ് യൂസ്ഡ്? ഇൻഫർമേഷൻ ഈസ് അബൌട്ട് പ്രപ്പോർഷണൽ റിലേഷൻഷിപ്പ്. അപ്പോൾ പ്രപ്പോർഷണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും റിലേഷൻഷിപ്പ് പറയുകയാണെങ്കിൽ അതിനെപ്പറ്റിയുള്ളൊരു ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പിരമിഡ്. പ്രപ്പോർഷണലായിട്ട് ഇപ്പം ഏറ്റവും താഴെത്തട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് പ്രപ്പോർഷനുള്ള ഇൻഫർമേഷൻ ആയിരിക്കും കൊടുക്കുക. കാരണം അവിടെയാണ് സ്പേസ് കൂടുതലുള്ള അല്ലേ? അപ്പം അങ്ങനെ നാരോ ആയിട്ട് വരും മുകളിലേക്ക്. സോ ഇൻഫർമേഷൻ ഈസ് അബൌട്ട് പ്രപ്പോർഷണൽ റിലേഷൻഷിപ്സ് is given by pyramid type of smart art. The next one is picture. Picture smart art എന്താണ്? Information is to be expressed using pictures. Pictures ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പിക്ചർ സ്മാർട്ട് ആർട്ട്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഓരോന്നും എന്തിനു വേണ്ടിയുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ മനഃപ്പാഠമായിട്ട് വെക്കണം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ലിസ്റ്റ്, ദെൻ പ്രോസസ്, സൈക്കിൾ, ഹൈറാർക്കി, റിലേഷൻഷിപ്പ്, മാട്രിക്സ്, പിരമിഡ്, ദെൻ പിക്ചർ. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ ഒരു ടേബിൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കണം. ഓരോന്നും എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ സ്മാർട്ട് ആർട്ട് നമുക്ക് നമ്മുടെ സ്ലൈഡിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുക, ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുക എന്നാണ് നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ കാണുന്നത്. ടു ഇൻസേർട്ട് എ സ്മാർട്ട് ആർട്ട് ഗ്രാഫിക് ഫോളോ ദി സ്റ്റെപ്സ് ഷോൺ ഇൻ ഫിഗർ 4.16. ഓക്കെ, ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ക്ലിക്ക് ഓൺ ദ ഇൻസേർട്ട് ടാബ്. നമ്മൾ ഏത് സ്ലൈഡിലാണോ ആവശ്യമുള്ളത് ഈ സ്മാർട്ട് ആർട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ആ സ്ലൈഡ് എടുത്ത ശേഷം ദെൻ ക്ലിക്ക് ഓൺ ദ ഇൻസേർട്ട് ടാബ്. ആദ്യം തന്നെ ഇൻസേർട്ട് ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഐ ഹോപ്പ് യു ക്യാൻ സീ ദിസ് ഗിവൺ ഹിയർ, ഇൻസേർട്ട്. ഓക്കെ, ക്ലിക്ക് ഓൺ ദ ഇൻസേർട്ട് ടാബ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം കുറേ ഓപ്ഷൻസ് നമുക്കിങ്ങനെ തെളിഞ്ഞു വരും അതിന് താഴെ. അതിൽ നിന്നും ക്ലിക്ക് ഓൺ ദ സ്മാർട്ട് ആർട്ട് കമാൻഡ്. അപ്പം തുറന്നു വരുന്ന ഒരുപാട് കമാൻഡുകളിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് സ്മാർട്ട് ആർട്ട് എന്നുള്ള ഈ ഒരു കമാൻഡാണ്. ക്ലിക്ക് ഓൺ ദ സ്മാർട്ട് ആർട്ട് കമാൻഡ്. ദെൻ വാട്ട് ഈസ് ദ തേർഡ് സ്റ്റെപ്പ്? സെലക്ട് എ സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്. അപ്പോൾ നമ്മൾ ഈ ഒരു ബട്ടണിൽ ഈ ഒരു കമാൻഡിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഒരുപാട് ഓപ്ഷൻസ് നമുക്കിങ്ങനെ തുറന്നു വരും. നമ്മൾ കുറച്ച് മുമ്പേ കണ്ട ലിസ്റ്റാണ് ഇവിടെ വരുന്നത്. ലിസ്റ്റ്, പ്രോസസ്, സൈക്കിൾ, ഹൈറാർക്കി, അങ്ങനെ നമ്മൾ പഠിച്ച ഒരുപാട് സ്മാർട്ട് ആർട്ടുകൾ ഇവിടെ തെളിഞ്ഞു വരും. അതിൽ നിന്നും നമുക്ക് ഏറ്റവും അനുയോജ്യമായത് നമ്മുടെ പേർപ്പസിനനുസരിച്ചുള്ള നമുക്ക് എന്ത് ഡേറ്റയാണോ നമുക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടത്
അതിനേറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്മാർട്ട് ആർട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് സൈക്കിൾ എന്നുള്ള ഒരു സ്മാർട്ട് ആർട്ടാണ്. ദെൻ സെലക്ട് ദ ഡിസൈൻ ഓഫ് ദ ഗ്രാഫിക്. അപ്പോൾ സ്മാർട്ട് ആർട്ട് സൈക്കിളിൽ തന്നെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക. ഇതിപ്പോൾ ഒരു നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് എല്ലാവരും യൂസ് ചെയ്യുന്നത് പോലെ വേണ്ട, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ നിന്നും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഡിസൈൻ സെലക്ട് ചെയ്യാം. ഓക്കെ, അത്രയും സെലക്ട് ചെയ്ത ശേഷം ക്ലിക്ക് ഓൺ ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ സ്ലൈഡിൽ, അതാണ് നെക്സ്റ്റ് പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്, ദിസ് വൺ. ഓക്കെ, വെൻ യു ക്ലിക്ക് ഓൺ ഓക്കെ യുവർ സ്ലൈഡ് വിൽ ലുക്ക് സിമിലർ ടു ഫിഗർ 4.17. അപ്പോൾ 4.17 കാണിച്ചിരിക്കുന്നത് പോലെ. അപ്പോൾ നിങ്ങൾ ഓക്കെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ സ്ലൈഡിൽ ആ ഒരു സൈക്കിൾ എന്നുള്ളതിൽ നമ്മൾ ചൂസ് ചെയ്ത ആ ഒരു സ്മാർട്ട് ആർട്ട് വിസിബിളായിട്ട് വരും. ക്ലിക്ക് ഓൺ ടെക്സ്റ്റ് ടു ടൈപ്പ് ടെക്സ്റ്റ്. അപ്പോൾ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഓരോ സർക്കിളിനുള്ളിലും നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഹൗ ടു ഇൻസേർട്ട് സ്മാർട്ട് ആർട്ട് ടു എ പെർട്ടിക്കുലർ സ്ലൈഡ് ഇൻ MS PowerPoint. അതിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് ഒരു സ്മാർട്ട് ടിപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? യു ക്യാൻ ഡിലീറ്റ് ദ ഇൻസേർട്ടഡ് സ്മാർട്ട് ആർട്ട് ഗ്രാഫിക് ബൈ ക്ലിക്കിംഗ് ഓൺ ഇറ്റ്സ് ബോർഡർ ടു സെലക്ട് ഇറ്റ് ആൻഡ് ദെൻ പ്രസ്സിങ് ദ ഡിലീറ്റ് കീ. അപ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ സ്മാർട്ട് ആർട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ശേഷം അത് ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? ബൈ ക്ലിക്കിംഗ് ഓൺ ഇറ്റ്സ് ബോർഡർ. അതിൻ്റെ ബോർഡറിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ബോർഡറിൽ ക്ലിക്ക് ചെയ്ത ശേഷം ബോർഡർ ടു സെലക്ട് ഇറ്റ്, അപ്പോൾ അത് സെലക്റ്റഡ് ആകും. ദെൻ പ്രസ്സിങ് ദ ഡിലീറ്റ് കീ. ഡിലീറ്റ് കീ നിങ്ങളുടെ കീബോർഡിലെ ഡിലീറ്റ് കീ പ്രസ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി അത് ഡിലീറ്റഡ് ആയിക്കോളും. സിമിലർലി യു ക്യാൻ ഓൾസോ ഡിലീറ്റ് ഇറ്റ്സ് ഇൻഡിവിജ്വൽ പാർട്ട്. ഇനി നമ്മളിവിടെ ഒരു സൈക്കിൾ പ്രോസസ്സ് കാണിക്കാൻ വേണ്ടി 5 സർക്കിളുള്ള ഒരു സൈക്കിളാണ് നമ്മളിവിടെ പാറ്റേൺ ആയിട്ട് എടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് 4 സ്റ്റെപ്പുകളെ ഉള്ളൂ എങ്കിൽ നമുക്ക് ഒരെണ്ണം ആവശ്യമില്ല അല്ലേ? അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഇപ്പോൾ ഒരെണ്ണം മാത്രം നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിലും ആ ഒരു ഇൻഡിവിജ്വൽ പാർട്ടിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത ശേഷം അതും ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രയും ഭാഗം ക്ലിയർ ആയല്ലോ അല്ലേ? എങ്ങനെയാണ് സ്മാർട്ട് ആർട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, ദെൻ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, ദെൻ ഇൻഡിവിജ്വൽ പാർട്ട് അല്ലെങ്കിൽ ഹോളായിട്ട് എങ്ങനെയാണ് ഒരു സ്മാർട്ട് ആർട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുക എന്നും ആണ് നമ്മളിവിടെ പഠിച്ചത്. ഇനി നമ്മൾ നമ്മുടെ ഡേറ്റാസൊക്കെ എൻട്രി ചെയ്ത ശേഷം എങ്ങനെയാണ് നമ്മുടെ സ്മാർട്ട് ആർട്ടിനെ ഒന്ന് മോഡിഫൈ ചെയ്യാൻ സാധിക്കുക. മോഡിഫൈ ചെയ്യാമെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഒരു ഭംഗിയാക്കുക. അതിന് കുറച്ച് ചിലപ്പോൾ ഒരു ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ് കൊടുത്താവാം, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ കൊടുത്താവാം. നമുക്ക് എങ്ങനെയാണ് മോഡിഫൈ ചെയ്യാൻ സാധിക്കുക എന്നാണ് ഈ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. മോഡിഫൈങ് സ്മാർട്ട് ആർട്ട്. യു ക്യാൻ ഓൾസോ മോഡിഫൈ എ സ്മാർട്ട് ആർട്ട് ഗ്രാഫിക് ബൈ ഫോളോയിങ് ദ സ്റ്റെപ്സ് ഷോൺ ഇൻ ഫിഗർ 4.18. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമുക്കൊരു സ്മാർട്ട് ആർട്ടിനെ പവർ പോയിൻറ്റിൽ മോഡിഫൈ ചെയ്യാൻ സാധിക്കുക. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ്, സെലക്ട് ദ സ്ലൈഡ് ആൻഡ് ക്ലിക്ക് ഓൺ ദ ഡിസൈൻ ടാബ് അണ്ടർ സ്മാർട്ട് ആർട്ട് ടൂൾസ്. സ്മാർട്ട് ആർട്ട് ടൂൾസിന് കീഴിലുള്ള ഡിസൈൻ ടാബിൽ ക്ലിക്ക് ചെയ്യുക. അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്ലൈഡ് ആദ്യം നമ്മൾ സെലക്ട് ചെയ്തിരിക്കണം. ആ സ്ലൈഡ് സെലക്ട് ചെയ്ത ശേഷം സെലക്ട് ദ സ്ലൈഡ് ആൻഡ് ക്ലിക്ക് ഓൺ ദ ഡിസൈൻ ടാബ് അണ്ടർ സ്മാർട്ട് ആർട്ട് ടൂൾസ്. സ്മാർട്ട് ആർട്ട് ടൂൾസിന് കീഴിലുള്ള ഡിസൈൻ ടാബിൽ ക്ലിക്ക് ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ആഫ്റ്റർ സെലക്ടിങ് ദ സ്ലൈഡ്. ഓക്കെ, സോ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ചൂസ് എ ലേഔട്ട് ഫ്രം ദ ലേഔട്ട്സ് ഗ്രൂപ്പ് ടു ചേഞ്ച് ദ ഡിസൈൻ ഓഫ് ദ സ്മാർട്ട് ആർട്ട്. അപ്പം നമുക്ക് ഡിസൈൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ചൂസ് എ ലേഔട്ട് ഫ്രം ദ ലേഔട്ട് ഗ്രൂപ്പ്. ലേഔട്ട് ഗ്രൂപ്പിൽ നിന്നും ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? ലേഔട്ട് ഗ്രൂപ്പിൽ നിന്നും നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഡിസൈൻ ചൂസ് ചെയ്യുക.
design, choose a layout from the layout. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാമോ? ഓക്കെ, ഇപ്പോൾ കാണാം. ചൂസ് എ ലേഔട്ട് ഫ്രം ദ ലേഔട്ട് ഗ്രൂപ്പ് ടു ചേഞ്ച് ദ ഡിസൈൻ ഓഫ് ദ സ്മാർട്ട് ആർട്ട്. അങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചേഞ്ച് ചെയ്യുന്നത്. ദെൻ ക്ലിക്ക് ഓൺ ചേഞ്ച് കളേഴ്സ്. കളറാണ് നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ഓൺ ദ ചേഞ്ച് കളേഴ്സ്. ഇവിടെ ഈ ഒരു ഭാഗമുണ്ട്, അതിൽ നിങ്ങൾ ക്ലിക്ക് ഓൺ ദ ചേഞ്ച് കളേഴ്സ് ടു ചേഞ്ച് ദ കളർ ഓഫ് ഡിഫറെൻറ്റ് സർക്കിൾസ് ഇൻ എ സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്. സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളറ് ചൂസ് ചെയ്ത് കൊടുക്കുക. ദെൻ ഫോർത്ത് സ്റ്റെപ്പ്, ചൂസ് എ സ്റ്റൈൽ ഫ്രം സ്മാർട്ട് ആർട്ട് സ്റ്റൈൽസ് ടു ചേഞ്ച് ദ ഡിസൈൻ ഓഫ് ദ ഗ്രാഫിക്. അപ്പം ഈ ഒരു ഡിസൈൻ ചേഞ്ച് ചെയ്യണം, ഈ ഒരു ഗ്രാഫിക്കിൻ്റെ ഡിസൈൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ സ്മാർട്ട് ആർട്ട് സ്റ്റൈൽസിൽ നിന്നും ഒരു സ്റ്റൈൽ ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത ഒരു സ്മാർട്ട് ആർട്ടിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി ഇൻ ദ ലാബാണ്. മേക്ക് എ ഫുഡ് ചെയിൻ പിരമിഡ് where a plant is eaten by a deer and a deer is eaten by a lion. You can try different food chains also. അപ്പം ഇതൊരു പിരമിഡിക്കൽ സ്മാർട്ട് ആർട്ട് ആയിരിക്കും അല്ലേ വരിക. ഫുഡ് ചെയിൻ ആകുമ്പോൾ ആദ്യം പ്ലാന്റ് ആര് ഈറ്റ് ചെയ്യുന്നു? ഡിയർ ഈറ്റ് ചെയ്യുന്നു. ദെൻ ഡിയറിനെ ലയൺ ഈറ്റ് ചെയ്യുന്നത് പോലെയുള്ളൊരു പിരമിഡാണ് നമ്മൾ നിർമ്മിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്പുകൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചല്ലോ അല്ലേ. ഹൗ ടു ആഡ് എ സ്മാർട്ട് ആർട്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പിരമിഡിക്കൽ സ്മാർട്ട് ആർട്ടാണ്. അതെങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്, അതെങ്ങനെയാണ് പല കളേഴ്സൊക്കെ കൊടുത്ത് എഡിറ്റ് ചെയ്യുന്നത്, സ്റ്റൈൽ എങ്ങനെയാണ് മാറ്റുന്നത്, ടെക്സ്റ്റ് കൊടുക്കുന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിച്ചു. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പഠിച്ച 2 ഭാഗത്തിൻ്റെയും സ്റ്റെപ്പുകൾ സഹിതം നിങ്ങൾ കമ്പ്യൂട്ടർ ബുക്കിൽ നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. ഹൗ ടു ആർട്ട് സ്മാർട്ട് ആർട്ട് ആൻഡ് ഓൾസോ ഹൗ ടു മോഡിഫൈ സ്മാർട്ട് ആർട്ട്. ഇതിൻ്റെ 2ൻ്റെ സ്റ്റെപ്പുകൾ സഹിതം എല്ലാവരും നിർബന്ധമായിട്ടും നിങ്ങളുടെ കമ്പ്യൂട്ടർ നോട്ട്ബുക്കിൽ എഴുതിയിരിക്കണം. ഓക്കെ, ഹോപ്പ് യു എൻജോയ് ടുഡേയ്സ് ക്ലാസ്. സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്.